Rajasree Aadis വേൾഡിൻ്റെ കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു നാടൻ പലഹാരമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളതും വളരെ ടേസ്റ്റും ഉള്ളതുമാണ്. ഈ വീഡിയോ കണ്ടു നോക്കൂ. ഉരുളി ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാനിവിടെ 1 കിലോ പയർ എടുത്തിട്ടുണ്ട്. അത് തട്ടി ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുക്കുന്നത്. തണുക്കാൻ വെച്ചിട്ടുണ്ട്. തണുത്തിട്ടുണ്ട്. ഇനി പയറിൻ്റെ പുറത്തുള്ള തോല് കളഞ്ഞെടുക്കാം. ഇതിനെ ഒന്ന് ചെറിയ തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളി വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 2 വലിയ തേങ്ങ ചിരകി എടുത്തതാണ്. അത് ഇട്ടൊന്ന് നിറം മാറുന്നത് വരെ വറുത്തെടുക്കാം. എൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. മൂത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച പയറുപൊടി ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. രണ്ടും കൂടെ നല്ലോണം മിക്സായി പയറും തേങ്ങയും ഒരുപോലെ നല്ല ചൂടായി കിട്ടണം. ഒരു മിനിറ്റോളം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നല്ല ചൂടായിട്ടുണ്ട്. 1.5 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ നിറയെ ചുക്കുപൊടിയാണ്, അതും ചേർക്കാം. നന്നായിട്ട് എല്ലായിടും ഒന്ന് മിക്സായി കിട്ടണം. 1 കിലോ ശർക്കര 300 ml വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊഴിച്ച് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/4 ഭാഗം ഒഴിച്ചിട്ടുണ്ട്. ഇനി 1/4 ഭാഗം മാത്രമേ ഉള്ളൂ. ബാക്കിയൂടെ ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യാം. മീഡിയത്തിനും താഴെ ഫ്ലെയിം വെച്ചിട്ട് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഈ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അങ്ങ് ടൈറ്റായി പോകും. ഇതൊന്ന് 1 മിനിറ്റോളം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം ഓഫാക്കി തണുക്കാനായി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. കുറച്ച് ചൂട് കുറഞ്ഞിട്ടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ ഉരുട്ടിയെടുക്കണം. എന്നാലേ നന്നായിട്ട് ഉരുണ്ട് കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം ഇതുപോലെ ഉരുട്ടിയെടുക്കാം. എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാൻ ആവശ്യമായ മാവ് കുഴച്ചെടുക്കാം. വീട്ടിൽ ഇടിയപ്പത്തിനായിട്ട് മില്ലിൽ കൊടുത്ത് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണിത്. അത് 1/2 കിലോ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിൽ ഒരു 100 ഗ്രാം മൈദാ മാവ് കൂടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചത് ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി കൂടുതലുള്ളത് കൊണ്ട് വെള്ളം കൂടുതൽ പിടിക്കും. മൈദാമാവ് കൂടുതൽ ചേർക്കാൻ പാടില്ല. എങ്കിൽ തണുക്കുമ്പോഴത്തേക്ക് ഒരു വലിഞ്ഞ ഇത് ഉണ്ടാവും. അതുകൊണ്ട് 1/2 കിലോ അരിപ്പൊടിക്ക് ഒരു 100 ഗ്രാം മൈദാമാവ് ചേർത്താൽ മതി. 3 സ്പൂൺ പഞ്ചസാര, 1 സ്പൂൺ നിറയെ മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണ് നകത്തുള്ള ഉപ്പ്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതേ കൺസിസ്റ്റൻസിയിലാണ്
മാവ് കലക്കിയെടുക്കേണ്ടത്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അത് ചൂടായിട്ടുണ്ട്. ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ വറുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇവിടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് ദിവസമൊന്നും ഇട്ടേക്കാൻ പറ്റില്ല. എല്ലാവരും കൂടെ ഇത് കഴിച്ചു തീർക്കും. ഇത് ഉരുട്ടിയപ്പോൾ തന്നെ കുറച്ചൊക്കെ അവർ കഴിച്ചു. ഏകദേശം ഇനി 95 ഉരുളകളോട് ഉണ്ട്. ഓരോന്നായിട്ട് വറുത്തെടുക്കാം. ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് മുന്തിരിക്കൊത്ത് എന്നൊക്കെ പറയുന്നത്. ഇത് നമുക്കത് മറച്ചിട്ടതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. മറച്ചിട്ട് കൊടുക്കാം. ഒറ്റയാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ട് സൈഡും ആയിട്ടുണ്ട്. ഇനി കോരിയെടുക്കാം. ബാക്കിയുള്ള ഉരുളകളെല്ലാം ഇതുപോലെ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം. എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ മുന്തിരിക്കൊത്ത് റെഡിയായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.